ഫീൽഡിൽ വന്നിട്ട് 12 ഇയേഴ്സാ? 14 or 15 ഇയേഴ്സിൽ ഞാൻ റിയാലിറ്റി ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ച് നോക്കുമ്പോൾ യു ബിക്കേം സോ മെച്യൂർഡ് യെസ് അല്ലേ ആക്ടിങ് വൈസ്? എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ പ്രായത്തിലെ ആക്ടിങ് വൈസ് മാത്രമല്ല, എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ 6 മക്കളുണ്ട്. അപ്പോൾ എനിക്കൊരു ചേട്ടൻ, രണ്ടാമത്തത് ഞാൻ, 3 അനിയന്മാരും ഒരു അനിയത്തി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിബ്ലിങ്സിനൊക്കെ ഒരു സെക്കൻഡ് മദർ പോലെയാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ഭയങ്കര മെച്യൂർഡ് ആയിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എനിക്ക് കുട്ടിത്വം ഇല്ലായിരുന്നു. എനിക്ക് ചൈൽഡ്ഹുഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഇല്ല സത്യം പറഞ്ഞ. അപ്പോഴും ഭയങ്കര വലിയ ചേച്ചിയായിട്ട് ഞാൻ ഇവരെല്ലാം ഞാനേ ഇത്രേ ഉണ്ടാവുള്ളൂ, എന്നാലും ഞാൻ ഇവരൊക്കെ എടുത്തോണ്ട് നടക്കും, കുളിപ്പിക്കും. അവരെ ഒരു അമ്മ സ്ഥാനത്ത് നിന്ന് എല്ലാം ഇങ്ങനെ ചെയ്യും. ആക്ച്വലി അത് അങ്ങനെ ഇഷ്ടമാണോ? അത് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഞാനും മമ്മിയും എൻ്റെ ഫാദറും എൻ്റെ സിബ്ലിങ്സ് ഞങ്ങൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരെ നോക്കാൻ മമ്മി അല്ലാതെ പിന്നെ ഞാനല്ലേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ആയി. നിങ്ങള്? ഞങ്ങൾ 6 പേരാ. 6 പേര്. അപ്പൊ പിന്നെ എന്തായാലും മൂത്ത ചേച്ചി നോക്കിയേ പറ്റൂ. അതെ, പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ചേച്ചിയുടെ ഇതൊന്നും അവരുടെ അടുത്ത് പറയാറോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അവർ കേൾക്കുന്ന ആൾക്കാരോ ഒന്നുമല്ല. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ അവരങ്ങനെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഹൻസിബ പറഞ്ഞെന്നാന്ന് വെച്ചാൽ ആക്ടിങ് ഒരു ഇഷ്ടമാണ്, പക്ഷെ അതിന്റെ കൂടെ അതിന്റെ ബാക്കി കാര്യങ്ങളും പഠിക്കാൻ ഇഷ്ടമാന്ന് പറഞ്ഞു. അതെ. അപ്പം റാദർ ദാൻ ആക്ടിങ് ഏതാ ഇഷ്ടം? ഏത് മേഖലയിലേക്ക്? ഡയറക്ഷൻ. ഞാനൊരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കോവിഡിന്റെ സമയത്ത്, കോവിഡ് തുടങ്ങുന്നതിന് ജസ്റ്റ് മുന്നേ ആയിരുന്നു അനൗൺസ് ചെയ്തു. ലാലേട്ടനായിരുന്നു അനൗൺസ് ചെയ്തു തന്നത്. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ബിഗ് ബ്രദർ ഒക്കെ ഇറങ്ങിയ സമയത്ത്, ആ സമയത്ത് അനൗൺസ് ചെയ്തു. ഡൽഹിയിലായിരുന്നു ഷൂട്ട്. ഞങ്ങൾ ഡൽഹിയിൽ പോകാൻ വിചാരിച്ച ആ ദിവസം അവിടെ ജെന്യു പ്രൊട്ടസ്റ്റ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പ്രൊട്ടസ്റ്റ് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന്. പക്ഷേ ഈ പ്രൊട്ടസ്റ്റ് അവസാനിച്ചത് കോവിഡ് കാരണം ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൌൺ ആക്കി. പിന്നെ 2 വർഷം പോയല്ലോ. അപ്പൊ ആ പ്രോജക്ട് പോയോ കയ്യിൽ നിന്ന്? ആ പ്രോജക്ട് പിന്നെ അത് ചെയ്യാൻ പിന്നെ 2 വർഷം അങ്ങനെ പോയപ്പോ പിന്നെ മടുപ്പ് വരും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദുബായി പോയി RJ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുതിയ പ്രോജക്റ്റ് ഒന്നും ചെയ്യാൻ തോന്നിയില്ല? ഇതിന്റെ മുന്നേ ഒന്നും എനിക്ക് നല്ല പ്രോജക്ട്സ് വന്നില്ല. പക്ഷെ എനിക്ക് ഞാൻ പടം ഡയറക്റ്റ് ചെയ്യാൻ വിചാരിച്ച കറക്റ്റ് സമയത്ത് 2D പ്രൊഡക്ഷൻ എന്നൊക്കെ വിളിച്ചിട്ട് സിനിമയിൽ അവരുടെ പുതിയ മൂവിയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഓഫേഴ്സ് വന്നു. നല്ല ക്യാരക്ടർ, സ്റ്റോറി നറേറ്റ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന്റെ മുന്നൊന്നും ആരും വിളിച്ചില്ല, ഇപ്പൊ കറക്റ്റ് വിളിക്കണം. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, മൂവി ഡയറക്റ്റ് ചെയ്യാതെ കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞു. ബേസിക്കലി ആ സിനിമ നടന്നതുമില്ല, ഈ സിനിമയും കിട്ടിയില്ല. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് അല്ലെ? ഫ്ലക്ച്വേഷൻ ഇങ്ങനെ വന്നോണ്ട് അതിനൊക്കെ നല്ലൊരു സ്റ്റഡി നടത്തിയില്ലേ മോളെ? വാട്ട് ഷുഡ് ഇപ്പൊ നമ്മുടെ ആദ്യം മോള് പറഞ്ഞു, ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ഒരു ഫീൽഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആരും പഠിപ്പിച്ച് തന്നില്ല എന്ന്. പക്ഷെ നമ്മുടെ ലൈഫിന്റെ ഒരു ജേർണി വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ മോക്ക് മനസ്സിലാവുമോ എങ്ങനെയാ ഒരു ആർട്ടിസ്റ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്യേണ്ടതും ഇന്ന കാര്യങ്ങൾ ചെയ്താലേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അതിലൊരു ക്ലാരിറ്റി എനിക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇല്ല സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നല്ല ആക്ടിങ് ക്ലാസ്സിന് പോവാം, അല്ലെങ്കിൽ നല്ല ഡബ്ബിങ് ക്ലാസ്സിന് പോവാം, ഇതൊക്കെ ചെയ്യാം, ഡാൻസ് ക്ലാസ്സിന് പോവാം. നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാം, കുറച്ചുകൂടെ കോണ്ടാക്ട്സ് ഉണ്ടാക്കാം. പക്ഷെ പിന്നീട് വേണ്ട ഒരു കഴിവെന്ന് വെച്ചാൽ ഈ കോണ്ടാക്ട്സ് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്യാൻ അറിയണം. എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ ഞാൻ ഒരാളടുത്തും എനിക്ക് ഒരു അവസരം വേണമെന്ന് ഞാൻ പറയാറുമില്ല. അതെനിക്ക് എന്തോ ഒരു വിഷമം തോന്നും. പക്ഷെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ അവരെ മിസ്യൂസ് ചെയ്യാണെന്ന് അവർക്ക് തോന്നിയാലോ? ഞാൻ അതിന് വേണ്ടിയല്ല അവരെ ഇത് രണ്ടായാലും തിങ്ക് ചെയ്യുന്നോണ്ടാണ് അവരെ യൂട്ടിലൈസ് ചെയ്യുന്ന, അവരെ യൂസ് ചെയ്ത് ഞാൻ ഒരു ചാൻസ് ചോദിക്കാം, എനിക്ക് പരിചയമുള്ളതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ അവരെ അങ്ങനെ തോന്നലല്ലേ? അവർക്ക് അങ്ങനെ തോന്നുമോ? അപ്പൊ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചോദിക്കാൻ പാടില്ല. ആക്ച്വലി നമ്മുടെ ഒരു കഴിവ് നമുക്ക് ഇങ്ങോട്ട് ഒരു ചാൻസ് തന്നില്ലേ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ അത് മേടിച്ച് നമ്മുടെ കഴിവ്, ഒരു സ്ട്രഗിൾ എന്നൊരു സാധനം ഇല്ല, അത് ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം അത് ശരിക്കും ഒരു കഴിവാണ് അങ്ങനെ ഗ്രാബ് ചെയ്യാന്നുള്ളത്. ഞാൻ ഇപ്പോഴും കാസ്റ്റിംഗ് കോള് കാണുന്ന സമയത്ത് ഞാൻ അയക്കാറുണ്ട്, ഫോട്ടോസ് അയക്കാറുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ചില പടങ്ങളൊക്കെ വിളിച്ചിട്ട് എൻ്റെ മിസ്റ്റേക്ക് കാരണം ഞാൻ ഫോൺ എടുക്കാതെ ചില പടങ്ങൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് വിളിച്ചിട്ട് എന്നെ ഇതിലെടുക്കണം എന്തായാലും അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ള ചോദ്യം ഉണ്ടാക്കാറില്ല. വിളിച്ചിരുന്നു കൊടുക്കണ്ടേ എന്നൊരു ചോദ്യം വേണ്ടാന്ന് അല്ലേ? ഓക്കെ. അപ്പം ആൻസിബയ്ക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടം ആക്ടിങ്ങിനോടാണ്. അതിനോടുള്ള ഇഷ്ടവും പാഷനും ഡെഡിക്കേഷനും എല്ലാം കൊണ്ടിട്ട് ആക്ടിങ് ക്ലാസ്സിലും എല്ലാം പോയി. അപ്പൊ ഇനി അപ്പാർട്ട് ഫ്രം ആക്ടിങ് അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ട് ഒരു അമ്മ സ്ഥാനത്ത് ഇരിക്കാതെ അതും വിട്ടിട്ട് ഫാമിലിനെ കുറച്ചൊന്ന് മാറ്റിയാൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടിരിക്കുന്ന ഒരു മേഖല ഏതായിരിക്കും?
സിനിമ തന്നെയാണ്. സിനിമയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ കാണാറുണ്ട്. അതായത് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ദ ഡേ വിച്ച് വി എൻജോയ് മോസ്റ്റ്, അതെ, അപ്പാർട്ട് ഫ്രം ഫിലിം, ആക്ടിങ് ആൻഡ് ഫാമിലി. അങ്ങനെ അല്ലാതെ ഒരു ലോകം ഉണ്ടാവും. എനിക്ക് ട്രാവൽ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷെ അപ്പോഴും ഞാൻ സോളോ ട്രിപ്പാണ് പ്രിഫർ ചെയ്യണത്.